ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫെഡ്ല. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി വേഴ്സസ് സൈബർ സെക്യൂരിറ്റി. എന്താണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ്. ഓക്കെ, സൈബർ സെക്യൂരിറ്റിയും ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ സിസ്റ്റത്തിലും വരുന്ന ഡിഫറൻസ് ആണ് ഇതിനെ രണ്ടിനെയും മാറ്റി നിർത്തുന്നത്. ഓക്കെ, ഇനി അതെന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നുള്ള കാര്യം നോക്കാം. ഇതിൻ്റെ ഒരു സ്കോപ്പ് വരുന്നത് ഫോക്കസ് ഓൺ പ്രൊട്ടക്റ്റിംഗ് ഇൻഫർമേഷൻ ഇൻ ഓൾ ഫോംസ്, വെദർ ഇറ്റ്സ് ഡിജിറ്റൽ, ഫിസിക്കൽ ഓർ സ്പോക്കൺ. ഇൻഫർമേഷൻ സെക്യൂരിറ്റിനകത്ത് ഡിജിറ്റൽ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, സ്പോക്കൺ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഫോമിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. അതുപോലെ തന്നെ ഇത് ഫോക്കസ് ചെയ്യുന്നത് എൻഷുർ ദ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് ഫോർമാറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു CAA ട്രയാഡ് കീപ്പ് ചെയ്തുകൊണ്ട് ഏത് തരത്തിലുള്ള ഡാറ്റ ഫോർമാറ്റിലുള്ളതിനെയും സെക്യൂർ ആക്കുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റിംഗ് പേപ്പർ ഡോക്യുമെൻറ്റ്, സെക്യൂറിംഗ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, എൻഷുറിംഗ് ഡാറ്റ പ്രൈവസി ആൻഡ് മെയിൻറ്റെയിനിങ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഇൻ ബോത്ത് ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ ഫോംസ്. നമുക്കറിയാം, ഫിസിക്കൽ എന്ന് പറയുമ്പോൾ പേപ്പർ ഡോക്യുമെൻറ്റ്സ് വരാം. അതുപോലെ തന്നെ സെക്യൂറിംഗ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോർഡ് മീറ്റിംഗ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻ സെക്യൂരിറ്റി അവിടെയും വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് സൈബർ സെക്യൂരിറ്റി എന്താണെന്ന് നോക്കാം. നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണോ, അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിൽ നിന്നും കരിയർ സ്വിച്ച് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലേക്ക് വരാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഫെഡ്ല ടയർ 1 പ്രീമിയം പേഴ്സണൽ ട്രെയിനിംഗ് വഴി നിങ്ങൾക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കാം. 1-to-1 മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങളും ട്രെയിനറും മാത്രമേ ക്ലാസ്സിലുണ്ടാവൂ. അതും നിങ്ങളുടെ ആവശ്യാനുസരണം സിലബസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട്. കഴിഞ്ഞില്ല, എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞങ്ങളുടെ പോളിസി പ്രകാരം ഫുൾ എമൗണ്ട് റീഫണ്ടും. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. സൈബർ സെക്യൂരിറ്റി ഫോക്കസ് ചെയ്യുന്നത് ഓൺ പ്രൊട്ടക്റ്റിംഗ് സിസ്റ്റംസ്, നെറ്റ്വർക്ക് ആൻഡ് ഡാറ്റ ഫ്രം സൈബർ അറ്റാക്സ്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റത്തിനെയും നെറ്റ്വർക്കിനും അതുപോലെ തന്നെ ഡാറ്റാസിനും ഒക്കെ സൈബർ അറ്റാക്കിൽ നിന്ന് തടയുന്നുണ്ട്. പക്ഷേ ഇത് ഫോക്കസ് ചെയ്യുന്ന എന്താണ്, ഡീൽസ് പ്രൈമർലി വിത്ത് പ്രൊട്ടക്റ്റിംഗ് ഡിജിറ്റൽ ഡാറ്റ ഫ്രം ഹാക്കേഴ്സ്, മാൽവെയർ, ഫിഷിംഗ് ആൻഡ് അതർ ഓൺലൈൻ ത്രെഡ്സ്. ഇവിടെ എന്താണ്, ഡിജിറ്റൽ ഡാറ്റാസിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പ്രൈമർലി ഡിജിറ്റൽ ഡാറ്റാസിനെ മാത്രമാണ് സൈബർ സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഫ്രം ഹാക്കേഴ്സ്, മാൽവെയർ, ഫിഷിംഗ് ആൻഡ് അതർ ഓൺലൈൻ ത്രെഡ്സ്. ഇനി എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിവെൻറ്റിംഗ് അൺഓതറൈസ്ഡ് ആക്സസ് ടു കമ്പ്യൂട്ടേഴ്സ്, സെക്യൂറിംഗ് നെറ്റ്വർക്ക്സ്, പ്രൊട്ടക്റ്റിംഗ് വെബ്സൈറ്റ്സ് ആൻഡ് ഡിഫെൻഡിംഗ് അഗെയിൻസ്റ്റ് സൈബർ അറ്റാക്സ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരാം, പല ഡൊമൈനിൽ വരുന്ന അറ്റാക്സിന് എന്ത് ചെയ്യുന്നുണ്ട്, സൈബർ സെക്യൂരിറ്റി തടയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് നിന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് നിന്ന് കമ്പ്യൂട്ടറിനെയും അതുപോലെ തന്നെ നെറ്റ്വർക്കിനെയും വെബ്സൈറ്റിനെയും ഇതിനെല്ലാം ഈ ഒരു അറ്റാക്കിൽ നിന്ന് തടഞ്ഞു നിർത്തിക്കൊണ്ട് സെക്യൂർ ആക്കുകയും നമ്മുടെ സൈബർ സെക്യൂരിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കീ ഡിഫറൻസസ് നോക്കുന്ന നേരത്ത് ഇൻഫർമേഷൻ സെക്യൂരിറ്റീസ് എൻകംപസ് എ ബ്രോഡർ റേഞ്ച് ഓഫ് പ്രാക്ടീസ് ടു പ്രൊട്ടക്റ്റ് ഇൻഫർമേഷൻ ഇൻ എനി ഫോം, നോട്ട് ജസ്റ്റ് ഡിജിറ്റൽ. ഓക്കെ, ഡിജിറ്റൽ ഡാറ്റ മാത്രമല്ല ആര് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഏത് ഫോം ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഫോം ആണെന്നുണ്ടെങ്കിലും ഇൻഫർമേഷൻ സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സൈബർ സെക്യൂരിറ്റി ഈസ് എ സബ്സെറ്റ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. എന്താണ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി തന്നെ ഒരു സബ്സെറ്റ് ആണെന്ത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. പക്ഷേ സൈബർ സെക്യൂരിറ്റി ഈസ് സ്പെസിഫിക്കലി കൺസേൺ വിത്ത് ത്രെഡ്സ് ദാറ്റ് കം ഫ്രം ഇൻ്റർനെറ്റ് ഓർ അതർ ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഇവിടെ ഡിജിറ്റൽ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയെ സൈബർ സെക്യൂരിറ്റിയിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു കാര്യം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വഴി നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.